എന്റെ പൊന്നു ചേട്ടാ, ഇതിപ്പോ എത്രാമത്തെ വട്ടം വിളിക്കുന്നേ? ഞാൻ പറഞ്ഞില്ല ഇതൊരു ചാനൽ ആപ്പീസാണ്. ഞങ്ങൾക്ക് ഇവിടെ ശത്രു സംഹാര പൂജ ഒന്നും എടുക്കാൻ പറ്റില്ല. അല്ലേ, രാവിലെ തൊട്ട് ഓരോരുത്തന്മാര് വിളിക്കുവന്നേ. നിന്നെ വിളിച്ചാ? ആ, കുറച്ചു മുമ്പ് എന്നെ വിളിച്ചായിരുന്നു. ഈ സന്താനലബ്ധിക്ക് വേണ്ടി വാഴക്കുല തുലാഭാരം വേണത്രേ. ഈ അമ്പലത്തിലോട്ട് കുത്തുന്നൊക്കെ കറക്റ്റ് ഈ ചാനലിൽ വരുന്ന എങ്ങനെയാ? അല്ല, ഈ വിളിക്കുന്നവന്മാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതെന്താടേ, നിന്റെ അമ്മൂമ്മയുടെ ബിനാലെയോ? ഇതാരാ ഇത്രയും കത്തി ഗ്രാഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നേ? എടാ, ഒന്നും അല്ല. നീ അപ്പുറത്തെ ചാനലുകാരുടെ ബാക്ക്ഗ്രൗണ്ട് പോയി കണ്ടായിരുന്നോ? ഈ 3D-യിലുണ്ടല്ലോ രാമക്ഷേത്രം അവിടെ തിളങ്ങി നിൽക്കുക. അത് കണ്ടപ്പോൾ അവിടെ നേരിട്ട് ചെന്ന് തൊഴുതൊരു ഫീൽ എനിക്ക് അടിച്ചു. ശിവനേ, ഓ ദേ കിടക്കണം നമ്മുടെ 100 വർഷത്തെ മാധ്യമ പാരമ്പര്യം. എടാ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത്ര ഒന്നും ചെയ്താൽ പോരാ. മറ്റേ ചാനലിലെ റിപ്പോർട്ടർമാരൊക്കെ ഉണ്ടല്ലോ, റോഡ് മുഴുവൻ ഇറങ്ങി അവിടെ നിൽക്കുന്ന ആൾക്കാരെ കൊണ്ട് ജയ് ശ്രീരാം വരെ വിളിപ്പിച്ച്. കുറച്ചു മുമ്പ് വിളിച്ചായിരുന്നു മുതലാളി. ഒന്നുകൂടെ ഒന്ന് കൊഴിപ്പിക്കാനോ പറഞ്ഞേക്കണേ. ഇനി അങ്ങോട്ട് കൊഴിപ്പിക്കാനാ? ആ വാർത്ത വായിക്കുന്ന അമ്മച്ചീനെ കൊണ്ട് ഭജന വരെ പാടിപ്പിച്ച്. ഇനിയും കൊഴിപ്പിക്കണമെങ്കിലേ നിങ്ങളെ മുതലാളിനെ വിളിച്ചു വരുത്തി 2 സിനിമാ പാട്ട് പാടിക്കോളാൻ പറ. അല്ല, സിനിമാ പാട്ട്. രാമ ശ്രീരാമ തേടി വരുന്നു ഞാൻ, നീ പോകും വഴിയെല്ലാം സീത വരും കൂടെ. എന്റെ ഒരു കിടിലൻ സാധനമുണ്ട്, തുറന്നു വിട്. രമ 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 കിട്ട ഡെസ്കിലുള്ള എല്ലാത്തിനും പിടിച്ച് അന്താക്ഷരി കളിപ്പിക്കണം.